വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ വിവിധ മുന്നണികൾക്ക് സമർപ്പിച്ചു. കോസ്റ്റൽ കമ്മ്യൂണിറ്റി കോർഡിനേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. സംഘടനകൾ വിവിധ നിർദ്ദേശങ്ങളാണ് LDF, UDF, NDA മുന്നണികൾക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സമർപ്പിച്ചത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ഓരോ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും അത് 5 വർഷത്തിനിടയിൽ നടത്തിത്തരികയും വേണം എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് സമഗ്ര പഠനം നടത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക എന്നതാണ് ഈ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വനാവകാശ നിയമത്തിന്റെ മാതൃകയിൽ കടലാവകാശ നിയമം പാസാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, തീരദേശ കൗൺസിൽ രൂപീകരിക്കുക, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ലെപ്സം ഗ്രാന്റും സ്റ്റൈപ്പൻഡും പുനഃസ്ഥാപിക്കുക, മത്സ്യബന്ധന മേഖലയ്ക്ക് ബഡ്ജറ്റിൽ കൂടുതൽ തുക വകയിരുത്തുക തുടങ്ങിയവയാണ് മറ്റാവശ്യങ്ങൾ. കാലങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന സമൂഹത്തിന്റെ ഈ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്താൽ തീരദേശ ഗ്രാമങ്ങളിൽ ഇതു സംബന്ധിച്ച് പ്രചരണ പരിപാടികൾ നടത്തുമെന്നും സംഘടന വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.